പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയ്ക്കൊപ്പം ആദ്യമായി പരസ്യമായി സൈനിക നീക്കം നടത്തി സൗദി അറേബ്യയും. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരായ സംയുക്ത വ്യോമാക്രമണം തന്നെയാണ് ഈ മേഖലയിലെ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇറാനും മിസൈൽ ആക്രമണങ്ങളുമായി ഹോർമുസ് കടലിടുക്കിലെ നടപടികൾ ശക്തമാക്കിയതോടെ ഈ ആശങ്ക ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. അമേരിക്കയ്ക്കൊപ്പം തന്നെ ചേർന്നുകൊണ്ട് സൗദി ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരെ നടത്തുന്ന ഈ ആക്രമണം എവിടെ ചെന്നെത്തി നിൽക്കുമെന്നുള്ള ആശങ്കകൾ തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. സമീപകാലത്ത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും സൗദിയിലെ എണ്ണ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിറകെയാണ് ഈ നീക്കവും. സംയുക്ത ആക്രമണത്തിൽ ഇറാഖിലെ ചില സായുധ കേന്ദ്രങ്ങളും ആയുധ ശേഖരങ്ങളും ലക്ഷ്യമിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യസുരക്ഷ സംരക്ഷിക്കാനാണ് ഈ നടപടിയെന്ന് സൗദി വിശദീകരിക്കുന്നുണ്ട്. അതേസമയം മേഖലയിൽ സംഘർഷം വ്യാപിപ്പിക്കാനല്ല തങ്ങളുടെ ലക്ഷ്യം നിലവിലുള്ളത് എന്നാണ് റിയാദ് പറയുന്നത്. ഇതിനിടെ അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളും ഒരു ഭാഗത്ത് തുടരുന്നു. അമേരിക്കയും സഖ്യകക്ഷികളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങൾ തടഞ്ഞതായി വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സംഭവങ്ങൾക്ക് പിറകെ തന്നെ അമേരിക്ക ശക്തമായ മുന്നറിയിപ്പ് താക്കീത് നൽകുന്നു. തങ്ങളുടെ സൈനികർക്കും താൽപ്പര്യങ്ങൾക്കും നേരെയുള്ള ഏത് തരത്തിലുള്ള ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് വാഷിംഗ്ടൺ പറയുന്നത്. മറുവശത്ത് അമേരിക്കൻ സാന്നിധ്യം തുടരുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്ന നിലപാട് ഇറാനും സ്വീകരിച്ചു. സംഘർഷം രൂക്ഷമായതോടെ ആഗോള എണ്ണ വിപണിയിലും ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ നടക്കുന്ന കപ്പൽ ഗതാഗതത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ക്രൂഡ് ഓയിൽ വിലയെ വീണ്ടും ഉയർത്തുമെന്ന വിലയിരുത്തലുകൾക്കാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് ആക്കം പകരുന്നത്. ഒമാന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുന്നെങ്കിലും ഇതുവരെ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസങ്ങളിലെ അമേരിക്കയുടെയും ഇറാന്റെയും നീക്കങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം ഏത് ദിശയിലേക്ക് പോകുമെന്നുള്ള കാര്യം നിർണ്ണയിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.